അതിനുശേഷം ഞങ്ങൾ സ്റ്റാഫുകളോട് സംസാരിക്കും. ആ സമയത്ത് മനസ്സിന് ഒരുപാട് വേദനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരുപാട് സ്റ്റാഫുകൾ വളരെ ആത്മാർത്ഥത ഇല്ലാതെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ആത്മാർത്ഥത ഒട്ടും തന്നെ ഇല്ലാതെ കണ്ണിൽ പൊടിയിട്ട് പണിയെടുക്കാന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് 2 കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനം എന്ന് പറയുന്നത്, ഇനി ലോകത്തിൽ ഈ സക്സസ് ആയിട്ടുള്ള വളർന്ന ഏത് സ്ഥാപനം ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ, അതിൻ്റെ മെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുണ്ട്, ഒരുപാട് ഉറക്കം ഒളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ 1 മിനിറ്റെങ്കിലും നിങ്ങൾ ബിസിനസ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഒരു ബിസിനസ് തുടങ്ങാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്, തുടങ്ങിയിട്ട് അത് കുറച്ചൊന്ന് റൺ ചെയ്യിപ്പിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇനി റൺ ചെയ്യിപ്പിച്ച ഒരു ലെവലിലെത്തി, ഇപ്പോൾ ഇവിടെ എത്തുന്ന 1000-ലധികം സ്റ്റാഫുകളുണ്ട് നമുക്ക്, ആ ലെവലിലേക്ക് എത്തിച്ചിട്ട് അത് നിലനിർത്താൻ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അറിയാം. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരാളുടെ കഷ്ടപ്പാടിൽ നിന്നൊരു സാലറി നിങ്ങൾക്ക് മാസം തരുമ്പോൾ ആത്മാർത്ഥതയിലാണ്ട് എങ്ങനെ പണിയെടുക്കാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എന്നെ ഒരുപാട് പലപ്പോഴും സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയാറുണ്ട്, എല്ലാ പ്രോഗ്രാമിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. മാസാവസാനം ശമ്പളം നിങ്ങൾ കയ്യിലേക്ക് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഡിസേർവ്ഡ് അല്ലാതെയാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. ശമ്പളം മാസാവസാനം കയ്യിൽ വാങ്ങുമ്പോൾ ഡിസേർവ്ഡ് അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യാതെയാണ് നിങ്ങൾ ആ സാലറി വാങ്ങുന്നതെങ്കിൽ നിങ്ങളത് മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആ പണം മോഷ്ടിച്ചിട്ട് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് ചെലവഴിച്ചാൽ, നിങ്ങളെ കടങ്ങൾ വീട്ടിയാൽ, നിങ്ങളെ മരുന്നുകൾ വാങ്ങിയാൽ, വീട്ടിലേക്ക് അരികൾ വാങ്ങിയാൽ എത്രത്തോളം നിങ്ങൾക്ക് അതിൽ ഹാപ്പി ആവാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നാളെ റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് കൺസിഡർ ചെയ്യേണ്ട, അതിൻ്റെ തലേ ദിവസം വരെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ സ്ഥാപനത്തിന് കൊടുക്കുക. കാരണം ഒരുപാട് ആൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആ ജോലി തന്നു എന്നുള്ളതാണ്. ഇന്നത്തെ അൺഎംപ്ലോയ്മെന്റ് കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 2024 റിപ്പോർട്ട് പറയുന്നത് 30% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട് എന്നുള്ളത്. അതായത് ഒരു 100 ആൾ എടുക്കുന്നതെങ്കിൽ 30 ആൾ ആഗ്രഹിക്കുന്ന ജോലിയിലാണ് നിങ്ങളിപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ആരുടെയൊക്കെയോ സ്വപ്നങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ശമ്പളം എത്രയാണെന്നുള്ളതല്ല, ആ ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ പുറത്തുണ്ട്. ഇന്ത്യയുടെ കണക്ക് പറയുന്നത് 2021 6% അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായത് ഇപ്പോൾ 9.3% എത്തിയിട്ടുണ്ട്. അതായത് അൺഎംപ്ലോയ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടെന്നുള്ള എത്ര അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനുള്ള നന്ദി തീർച്ചയായിട്ടും നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അൺലെസ് ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും കൂടെയുള്ളവരൊക്കെ തളർത്താൻ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കും. അതെൻ്റെ കടമയാണ്. കാരണം ഞാൻ ശമ്പളം വാങ്ങുന്നുണ്ട്, ഞാൻ സാലറി വാങ്ങുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളും നിങ്ങൾക്ക് വേണ്ട ഗ്രോത്തും നമ്മുടെ സ്ഥാപനം അഷ്വർ ചെയ്യുന്നുണ്ട്. ഈസ് ദാറ്റ് ക്ലിയർ?